നോമ്പായപ്പം അസുഖത്തിൻ്റെ സംസ്ഥാന സമ്മേളനം തോന്നുന്നു. ഒന്ന് വിട്ടാൽ ഒന്ന് വിട്ടാൽ വന്ന് എന്താ ചെയ്യുക. അപ്പം വയറുവേദന കാര്യങ്ങളൊക്കെ മാറിയപ്പം പനിയും ജലദോഷം അങ്ങ് കയറി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ ദിവസമായി കല്ലുമ്മക്കായി ഇങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇനി എന്താവോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം അങ്ങ് പുറത്തിട്ടെ. അപ്പോൾ കല്ലുമ്മക്കായി ഒന്ന് നിറച്ച് വെക്കാമെന്ന് വിചാരിച്ചു. തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്, സവാള, പച്ചമുളക്, ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് പച്ചക്കല്ലുമ്മക്കായി അല്ല, പുഴുങ്ങിയ കല്ലുമ്മക്കായാണ്, പിന്നെ കുറച്ച് വെള്ള ജീരകം, അതൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കുക. എന്നിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് പുട്ടുപൊടി, കുറച്ച് അരിപ്പൊടി സമാസമം എടുത്താൽ മതി. എന്നിട്ട് കൈ കൊണ്ട് നല്ലോണം അങ്ങ് കുഴച്ച് ഇതേ രൂപത്തിൽ അങ്ങ് ആക്കിയെടുക്കുക. എന്നിട്ട് കല്ലുമ്മക്കായി ഞാൻ വൃത്തിയാക്കി വെച്ചിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ നിറച്ച് കൊടുക്കുന്നുണ്ട്. ഓവറായിട്ട് നിറക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ടുണ്ടായി ഞാനിത് ഓവറായിട്ട് അങ്ങ് നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിതാ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അപ്പച്ചമ്പ് വെച്ചിട്ടുണ്ട് ആവി കയറ്റാൻ വേണ്ടി. അത് ചൂടാകുന്ന സമയത്ത് മുട്ട കഴുകിയിട്ട് ഞാൻ പുഴുങ്ങാനിട്ടേ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പുറത്തുനിന്ന് സ്നാക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് വായിൽ വെക്കാൻ പറ്റിയിട്ടില്ലാന്നേ. അപ്പോൾ നമ്മൾ സമയമില്ലാത്ത സമയത്ത് പോയിട്ട് മേടിച്ചിട്ടും നോമ്പ് മുറിക്കുമ്പോൾ കഷ്ടപ്പെട്ടിട്ട് ഒരു ടേസ്റ്റ് ഇല്ലാത്ത സാധനം കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം വീട്ടിൽ നിന്ന് കുറച്ച് കഷ്ടപ്പെട്ടാലും നമുക്ക് ടേസ്റ്റില്ല സാധനങ്ങളൊക്കെ കഴിക്കാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ വയ്യാതെ ഇരുന്നിട്ടും കഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കണേ. 2-3 ദിവസമായി ഇളനീർ ഫ്രിഡ്ജ് കിടക്കുന്നത് എൻ്റെ ഫ്രണ്ട് കൊണ്ടു തന്നാണ്. നോമ്പ് മുറിക്കുമ്പോൾ ജ്യൂസ് അടിച്ച് കുടിച്ചോന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇച്ച വന്നപ്പോൾ അത് മുറിച്ചിട്ട് ജ്യൂസ് അടിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുട്ട പുഴുങ്ങി വരഞ്ഞ് പൊരിച്ചിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റി എടുത്താണ് കേട്ടോ. അവരൊന്ന് മൊരിച്ചെടുത്തതെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് ഇച്ച ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇളനീരിൻ്റെ വെള്ളവും പഞ്ചസാരയും മാത്രം ഇട്ടിട്ടുണ്ടാക്കിയ ഇളനീർ ജ്യൂസാണ് കേട്ടോ. പിന്നെ കല്ലുമ്മക്കായയും കൂടി പൊരിച്ചെടുക്കുന്നുണ്ട്. കല്ലുമ്മക്കായ അതിൻ്റെ മേലെ നിന്ന് ഇറച്ചി ഇങ്ങനെ ഇളകി വരുന്നുണ്ട്. അപ്പോൾ 2 ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണോ എന്ന് തോന്നുന്നത്. അതിൻ്റെ മേലെ ഇറച്ചി കറക്റ്റായിട്ട് നിൽക്കണില്ല. അപ്പോൾ അങ്ങനെ സംഭവിക്കാറില്ല. ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ടായിരിക്കും ഇങ്ങനെയെന്ന് വിചാരിക്കുന്നു. പിന്നെ ആകെപ്പാടെ ബഹളമായിരുന്നു. ഫ്രൂട്ട്സ് കട്ടയിൽ, പിന്നെ ചായ ഉണ്ടാക്കൽ, നോമ്പ് മുറിക്കാൻ ആകെ അത്രേ സമയമല്ലോ, 2 മിനിറ്റേ എല്ലാം ബാക്കി. അപ്പോൾ ബാങ്ക് കൊടുക്കുന്നുണ്ടോ നോക്കി ഞാൻ മുറ്റത്ത് നിൽക്കുകയാണ്. അപ്പോൾ ബാങ്കൊക്കെ കൊടുത്തു നമ്മളെല്ലാവരും കൂടിയിട്ട് നോമ്പ് മുറിക്കുകയാണ് കേട്ടോ. അങ്ങനെ നല്ല റാഹത്തായിട്ട് നോമ്പ് മുറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ കല്ലുമ്മക്കായ നിറച്ചത് ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കടിച്ചങ്ങ് നോക്കിയാണ്. അപ്പോൾ ടേസ്റ്റിനൊരു കുറവില്ല. അതിൻ്റെ മേലത്തെ ഇറച്ചി മാത്രം ഒന്ന് വിട്ട് നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ കല്ലുമ്മക്കായൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂന്നേ. അപ്പോൾ നമ്മൾ നോമ്പ് മുറിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.